കേരള ഹൈക്കോടതിയിലെ WPC നമ്പർ 45335 2024 കേസിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഡോക്ടർ KM എബ്രഹാമിന്റെ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്നു. കേരള ഹൈക്കോടതിയിലെ WPC നമ്പർ 45335 2024 കേസിൽ സമർപ്പിച്ച അമിക്കസ് ക്യൂറിയുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ KDIS കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളുമായ ഡോക്ടർ KM എബ്രഹാമിന്റെ പ്രവർത്തനങ്ങൾ നിയമപരവും ഭരണപരവുമായ ഗുരുതര പ്രശ്നങ്ങൾ ഉയർത്തുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. പ്രധാന കണ്ടെത്തലുകൾ ഇവയൊക്കെയാണ്: എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന അംഗീകാരമില്ലാത്ത പദവി വഹിച്ചത്. ഈ പദവി നിയമപരമായി നിർവചിക്കപ്പെട്ടിട്ടില്ല. സർക്കാർ സർവീസ് ചട്ടങ്ങളിൽ അംഗീകരിച്ചിട്ടുമില്ല. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത KDISന്റെ ബൈലോകൾ വഴി മാത്രമാണ് ഈ പദവി സൃഷ്ടിക്കപ്പെട്ടത്. സർക്കാർ സെക്രട്ടേറിയറ്റിലോ കേരള ബിസിനസ് നിയമങ്ങളിലോ ഇത്തരം അധികാരം നൽകുന്ന ഒരു വിജ്ഞാപനവുമില്ല. സ്വന്തം നിയമനത്തിൽ ഒപ്പിട്ടതിലെ താൽപര്യ സംഘർഷം. ഡോക്ടർ തോമസ് ഐസക്കിനെ ഉപദേശകനായി നിയമിക്കുന്ന സർക്കാർ ഉത്തരവിൽ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന നിലയിൽ KM എബ്രഹാം തന്നെയാണ് ഒപ്പുവെച്ചത്. സ്വന്തം സ്ഥാനത്തിൽ നിന്നുണ്ടാകുന്ന ഉത്തരവുകൾ അദ്ദേഹം തന്നെ പുറപ്പെടുവിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. നിയമലംഘനങ്ങൾ. സൊസൈറ്റിയുടെ ബൈലോകൾ പ്രകാരം സെക്രട്ടറി ടു ഗവൺമെന്റ് എന്ന ഭരണഘടനാപരമോ നിയമപരമോ ആയ പദവി നൽകാൻ കഴിയില്ല. ഇത് കേരള സർക്കാർ സെക്രട്ടേറിയറ്റ് നിർദ്ദേശങ്ങളുടെയും ഭരണഘടനയുടെ 166 അനുച്ഛേദത്തിന്റെയും ലംഘനമാണ്. പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് എന്ന നിലവിലില്ലാത്ത വകുപ്പിന്റെ പേരിൽ സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. കേരള ബിസിനസ് നിയമങ്ങളിലെ റൂൾ 2 പ്രകാരം സെക്രട്ടറി എന്നത് ഔദ്യോഗികമായി നിയമിക്കപ്പെട്ടവരെ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. നിയമപരമായ അനന്തരഫലങ്ങൾ. ഭരണഘടനാ നിയമങ്ങളുടെ ലംഘനം. ഭരണഘടനയുടെ 166 അനുച്ഛേദം പാലിക്കപ്പെട്ടില്ല എന്നതിനാൽ KM എബ്രഹാം ഒപ്പിട്ട എല്ലാ സർക്കാർ ഉത്തരവുകളും അസാധുവാക്കപ്പെടാം. ഭരണപരമായ കൃത്യവിലോപം. ഔദ്യോഗിക അധികാരമോ കൈമാറ്റമോ മന്ത്രിസഭ അംഗീകാരമോ ഇല്ലാതെ ഉത്തരവുകളിൽ ഒപ്പുവെച്ചെന്ന് സ്ഥാപിക്കപ്പെട്ടാൽ വിരമിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങളിൽ അച്ചടക്ക നടപടികൾ. അനധികൃത ചെലവുകൾക്ക് ധനകാര്യ നിയമങ്ങൾ പ്രകാരം തുക തിരിച്ചുപിടിക്കൽ. ക്രിമിനൽ ഉദ്ദേശം തെളിയിക്കപ്പെട്ടാൽ IPC സെക്ഷൻ 168, 169 പ്രകാരം നിയമ നടപടികൾ. എല്ലാ തീരുമാനങ്ങളും റദ്ദാക്കൽ. എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന നിലയിൽ ഒപ്പിട്ട എല്ലാ നിയമങ്ങളും ചെലവുകളും പദ്ധതികളും അസാധുവാക്കപ്പെടാം. ഇതിൽ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ നിയമനവും ഉൾപ്പെടാം. ശുപാർശകൾ. റിട്ടയർഡ് അധികാര പരിധിയിൽ നേരിട്ടുള്ള ഉത്തരവാദിത്തം. എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഒപ്പിട്ട എല്ലാ സർക്കാർ ഉത്തരവുകളും പ്രത്യേക ഓഡിറ്റിനും ഭരണപരമായ അന്വേഷണത്തിനും വിധേയമാക്കാൻ കോടതി ഉത്തരവിടേണ്ടതുണ്ട്. വിശദീകരണാത്മക സർക്കാർ സത്യവാങ്മൂലം. ഇത്തരമൊരു പദവി എക്സ് ഒഫീഷ്യോ സെക്രട്ടറി നിയമപരമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും റൂൾ 2, റൂൾ 12 എന്നിവ പ്രകാരം ഔദ്യോഗികമായി സെക്രട്ടറിയുടെ അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നും സർക്കാർ സത്യവാങ്മൂലം നൽകേണ്ടതാണ്.